ഹായ് സ്റ്റുഡൻസ്. അപ്പൊ നമ്മൾ പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ പാർട്ടില് ട്രയാങ്കിളിന്റെ ഡിവിഷനെ കുറിച്ചായിരുന്നു സംസാരിച്ചത്. പിന്നെ അതിന്റെ കുറെ പ്രോബ്ലംസ് ഒക്കെ ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിഡ് സെക്ഷൻ, മധ്യഭാഗം. ആ ഒരു പാർട്ടാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്താണ് മിഡ് സെക്ഷൻ, മധ്യഭാഗം എന്നുള്ളത് നമുക്ക് നോക്കാം. Okay, the green line within the triangle is the line parallel to the bottom side. ഇവിടെ നമുക്കൊരു ബ്ലൂ ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട് അല്ലെ, ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഒരു സൈഡിന് പാരലൽ ആയിട്ട് നമുക്കൊരു ലൈൻ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഗ്രീൻ ലൈൻ. The green line within the triangle is the line parallel to the bottom side. ഈ ബോട്ടം സൈഡ് എന്ന് പറഞ്ഞാൽ ഈ താഴെയുള്ള സൈഡ്, ഈ താഴെയുള്ള സൈഡിന് പാരലൽ ആയിട്ടാണ് നമ്മൾ ഈ ഗ്രീൻ ലൈന് തന്നത്. ഓക്കെ, അപ്പൊ ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് ദ ലെഫ്റ്റ് സൈഡ്. ഇനി എന്താ നമ്മളോട് പറഞ്ഞത്? ഇതിന്റെ ലെഫ്റ്റ് സൈഡ് ഇത് ഇതിന്റെ മിഡ് പോയിന്റ് ആണ് എന്നാണ് പറഞ്ഞത്. അപ്പം ത്രികോണത്തിന്റെ ഇടതുവശത്തിന്റെ മധ്യബിന്ദുവിൽ കൂടി താഴത്തെ വശത്തിനു സമാന്തരമായി വരച്ചതാണ് ഉള്ളിലെ പച്ചവര. ദാറ്റ് മീൻസ് ഈ ഒരു പച്ചവര, ഈ ഒരു ഗ്രീൻ ലൈൻ എന്ന് പറഞ്ഞാല് ലെഫ്റ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലൂടെയാണ് വരച്ചത്. അതുപോലെ ഈ ലൈന് നമ്മളെ ട്രയാങ്കിളിന്റെ ബോട്ടം സൈഡിന് പാരലൽ ആണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സിൻസ് ഇറ്റ് കട്ട്സ് ദ ലെഫ്റ്റ് സൈഡ് ഇൻടു ഈക്വൽ പീസസ്, അപ്പൊ ലെഫ്റ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലൂടെ വരച്ചത് കൊണ്ട് ലെഫ്റ്റ് സൈഡിനെ അത് എന്താണ് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. സിൻസ് ഇറ്റ് കട്ട്സ് ദ ലെഫ്റ്റ് സൈഡ് ഇൻടു ഈക്വൽ പീസസ്, ലെഫ്റ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലൂടെ വരച്ചത് കൊണ്ട് ഇറ്റ് കട്ട്സ് ദ ലെഫ്റ്റ് സൈഡ് ഇൻടു ഈക്വൽ പീസസ്. Okay, it must also cut the right side into equal pieces. അപ്പൊ നമ്മള് ലെഫ്റ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലൂടെ വരയ്ക്കുമ്പോൾ അത് എന്താണ്, നമ്മൾ ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ അത് ഇവിടെ റൈറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലല്ലേ? യെസ്. അപ്പൊ ലെഫ്റ്റ് സൈഡിനെ ഈക്വൽ പീസസ് ആക്കുമ്പോൾ അത് റൈറ്റ് സൈഡിനെയും ഈക്വൽ പീസസ് ആക്കുന്നില്ലേ? യെസ്. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഓൾസോ കട്ട് ദ റൈറ്റ് സൈഡ് ഇൻടു ഈക്വൽ പീസസ്. ഇൻ അതർ വേർഡ്സ് ഇറ്റ് മീറ്റ്സ് ദ റൈറ്റ് സൈഡ് അറ്റ് ഇറ്റ്സ് മിഡ് പോയിന്റ്. എന്താ പറഞ്ഞത്? റൈറ്റ് സൈഡിനെയും അത് എന്താണ് മീറ്റ് ചെയ്യുന്നത് അതിന്റെ മിഡ് പോയിന്റിലാണ്. ഇത് ഇടതുവശത്തെ മുറിക്കുന്ന ഭാഗങ്ങൾ ആ വശത്തിന്റെ പകുതി ആയതിനാൽ വലതുവശത്തെയും സമഭാഗങ്ങളാക്കുന്നു. അതായത് വലതുവശത്തിന്റെ മധ്യബിന്ദുവിൽ കൂടി കടന്നു പോകുന്നു. ഒന്നുമില്ല, ജസ്റ്റ് ഇവിടെ പറഞ്ഞത് ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളില് ഇതാണ് നമ്മളെ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളില് നമ്മൾ ലെഫ്റ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലൂടെ ഒരു ലൈൻ ഡ്രോ ചെയ്തു. എന്നിട്ട് നമ്മളോട് പറഞ്ഞു ഈ ഡ്രോ ചെയ്ത ലൈന് നമ്മളെ ബോട്ടം സൈഡ്, ട്രയാങ്കിളിന്റെ ബോട്ടം സൈഡിന് പാരലൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ മിഡ് പോയിന്റിലൂടെ വരച്ചത് കൊണ്ട് ഈ ലെഫ്റ്റ് സൈഡ് ഈക്വൽ പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് കട്ട്സ് ദ ലെഫ്റ്റ് സൈഡ് ഇൻടു ഈക്വൽ പീസസ്. നമ്മൾ ലെഫ്റ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലൂടെ വരച്ച് ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ അങ്ങനെ ഇത് റൈറ്റ് സൈഡിനെയും ഈക്വൽ പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് സൈഡിനെയും റൈറ്റ് സൈഡിനെയും ഈക്വൽ പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഈ ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ബോട്ടം സൈഡിന് പാരലൽ ആണ്. Okay, ഇനി എന്താ? On the other hand, the line joining the midpoints of the left and right sides cuts both sides in the same ratio 1:1 and so is parallel to the bottom side. എന്താ പറഞ്ഞത്? നമ്മളോട് പറഞ്ഞത് ഇത് രണ്ടും സെയിം റേഷ്യോയിലാണെങ്കിൽ ദാറ്റ് മീൻസ് ലെഫ്റ്റ് സൈഡ് 1:1 ആണെങ്കിൽ റൈറ്റ് സൈഡും 1:1 ആണ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രയാങ്കിൾ ഡിവിഷൻ. ട്രയാങ്കിളിന്റെ ആ ഒരു കഴിഞ്ഞ പാർട്ടില് ഓക്കെ, ട്രയാങ്കിൾ ഡിവിഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സെയിം റേഷ്യോയില് കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ലൈൻ സെയിം റേഷ്യോയില് മറ്റ് രണ്ട് സൈഡിനെയും കട്ട് ചെയ്യുകയാണെങ്കിൽ അത് മൂന്നാമത്തെ സൈഡിന് പാരലൽ ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്. ലെഫ്റ്റിനെയും റൈറ്റ് സൈഡിനെയും രണ്ടിനെയും സെയിം റേഷ്യോ 1:1 കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആൻഡ് സോ ഇറ്റ് ഈസ് പാരലൽ ടു ദ ബോട്ടം സൈഡ്. അത് താഴത്തെ സൈഡിന് പാരലൽ ആയിരിക്കും. അത് നമ്മൾ ഓൾറെഡി അറിയാം, സെയിം റേഷ്യോയിൽ കട്ട് ചെയ്യുമ്പോൾ മൂന്നാമത്തെ സൈഡിന് പാരലൽ ആയിരിക്കും. അതാണ് ത്രികോണത്തിന്റെ ഇടതും വലതും വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര അവ രണ്ടിനെയും 1:1 എന്ന അംശബന്ധത്തിലാണല്ലോ ഭാഗിക്കുന്നത്.
അതിനാൽ ആ വര താഴത്തെ വശത്തിന് സമാന്തരമാണ്. അതുകൊണ്ട് നമ്മളോട് പറഞ്ഞത് അത് മൂന്നാമത്തെ നമ്മളെ ബോട്ടം സൈഡിന് പാരലൽ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു റിസൾട്ട് കിട്ടി. എന്താണ് നമ്മളെ റിസൾട്ട്? ഇൻ എനി ട്രയാങ്കിൾ, ഏത് ത്രികോണത്തിലും ദ ലൈൻ പാരലൽ ടു എ സൈഡ്, ഒരു സൈഡിന് പാരലൽ ആയിട്ട്, ദാറ്റ് മീൻസ് ഒരു വശത്തിന് സമാന്തരമായിട്ട് എന്താണ്, ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് അനദർ സൈഡ്, വേറൊരു സൈഡിന്റെ മിഡ് പോയിന്റിലൂടെ വരയ്ക്കുന്ന വര. വേറൊരു സൈഡിന്റെ മിഡ് പോയിന്റിലൂടെ നമ്മൾ ഒരു വര വരച്ചു, അത് മറ്റ് സൈഡിന്, അതിന്റെ വേറൊരു സൈഡിന് പാരലൽ ആണെങ്കിൽ മീൻസ് ദ തേർഡ് സൈഡ് ഓൾസോ അറ്റ് ഇറ്റ്സ് മിഡ് പോയിന്റ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ സൈഡിന്റെ മിഡ് പോയിന്റിലും അത് മീറ്റ് ചെയ്യുന്നുണ്ട്. On the other hand, in any triangle, ഇനി വേറെ രീതിയിൽ പറഞ്ഞാൽ ഏതൊരു ത്രികോണം, ഏതൊരു ട്രയാങ്കിൾ എടുത്താലും the line joining the midpoints of two sides is parallel to the third side. രണ്ട് മിഡ് പോയിന്റിലൂടെ വരയ്ക്കുന്ന വര മൂന്നാമത്തെ സൈഡിന് പാരലൽ ആയിരിക്കും. എന്താ, ഏത് ത്രികോണത്തിലും ഒരു വശത്തിന് സമാന്തരമായി മറ്റൊരു വശത്തിന്റെ മധ്യബിന്ദുവിലൂടെ വരയ്ക്കുന്ന വര മൂന്നാമത്തെ വശത്തെ മുട്ടുന്നതും അതിന്റെ മധ്യബിന്ദുവിലാണ്. മറിച്ച് ഏത് ത്രികോണത്തിലും രണ്ടു വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചു വരയ്ക്കുന്ന വര മൂന്നാമത്തെ വശത്തിനു സമാന്തരവുമാണ്. എന്താ, നമുക്ക് ഇത് ഡൗട്ട് ആവാനൊന്നുമില്ല. നമ്മൾ ഈ വലിയൊരു റിസൾട്ട് കാണുമ്പോൾ ഇതെന്താന്ന് വിചാരിക്കൂലേ? ഒന്നുമില്ല. എന്താന്ന് വെച്ചാല് ഇതാണ് നമ്മളെ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളില് നമ്മളോട് എന്താ പറഞ്ഞത്? ഏത് ത്രികോണത്തിലും ഒരു വശത്തിനു സമാന്തരമായി മറ്റൊരു വശത്തിന്റെ മധ്യബിന്ദുവിലൂടെ വരയ്ക്കുന്ന വര. നമ്മൾ ഇവിടെ ഒരു ലൈൻ ഡ്രോ ചെയ്തു. ആ ലൈൻ ഡ്രോ ചെയ്യുന്നത് നമ്മളെ ലെഫ്റ്റ് സൈഡിലെ മിഡ് പോയിന്റിലൂടെയാണ്. ഈ ലെഫ്റ്റ് സൈഡിലൂടെ മിഡ് പോയിന്റിലൂടെ നമ്മൾ ഒരു ലൈൻ ഡ്രോ ചെയ്തു. ഈ ലെഫ്റ്റ് സൈഡിലത്തെ മിഡ് പോയിന്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വരയ്ക്കുന്ന ഈ വര എന്താണ്? ഈ ബോട്ടം സൈഡിന് പാരലൽ ആണ്. അതാണ് ഫസ്റ്റ് പറഞ്ഞത്. ഇൻ എനി ട്രയാങ്കിൾ ദ ലൈൻ പാരലൽ ടു എ സൈഡ്, ഈ സൈഡിന് പാരലൽ ആയിട്ട് നമ്മൾ ഈ ഒരു ലൈൻ ഡ്രോ ചെയ്താൽ ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് അനദർ സൈഡ്, വേറൊരു സൈഡിന്റെ മിഡ് പോയിന്റിലൂടെ മീൻസ് ദ തേർഡ് സൈഡ് ഓൾസോ അറ്റ് ഇറ്റ്സ് മിഡ് പോയിന്റ്. അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മളെ മൂന്നാമത്തെ സൈഡ്. ഫസ്റ്റത്തെ സൈഡ് എന്താണ്? ഈ ലൈൻ പാരലൽ ആണ്. രണ്ടാമത്തെ സൈഡിൽ പറഞ്ഞത് ഇതിന്റെ മിഡ് പോയിന്റിലൂടെയാണ് വരയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ സൈഡിലും ആ ലൈൻ എത്തുന്നത് അതിന്റെ മിഡ് പോയിന്റിലായിരിക്കും. അതാണ് ഫസ്റ്റ് പറഞ്ഞ കാര്യം. ഇനി സെക്കൻഡ് എന്താ നമ്മളോട് പറഞ്ഞത്? On the other hand, in any triangle, the line joining the midpoints of two sides is parallel to the third side. നമ്മളോട് രണ്ടാമത് പറഞ്ഞ കാര്യം, ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ഈ മിഡ് പോയിന്റിന് ലെഫ്റ്റ് സൈഡിന്റെ മിഡ് പോയിന്റും റൈറ്റ് സൈഡിന്റെ മിഡ് പോയിന്റും കൂടെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വര അത് മൂന്നാമത്തെ സൈഡിന് പാരലൽ ആണ്, മൂന്നാമത്തെ വശത്തിന് സമാന്തരവുമാണ്. അപ്പൊ ഒന്നുമില്ല, ഇങ്ങനെ ഓർത്താൽ മതി. നമ്മൾ ഇവിടെ വരയ്ക്കുന്ന വര അത് ലെഫ്റ്റ് സൈഡിലും മിഡ് പോയിന്റിലൂടെയാണ്, റൈറ്റ് സൈഡിലും മിഡ് പോയിന്റിലാണ്, ഈ സൈഡിന് പാരലൽ ആണ്. ഇനി ഒരു സൈഡിന് പാരലലും ഒന്നിന്റെ മിഡ് പോയിന്റും ആണെങ്കിൽ മറ്റേ സൈഡും അത് മിഡ് പോയിന്റിലൂടെ ആയിരിക്കും പോവുക. ഓക്കെ, മിഡ് പോയിന്റിലായിരിക്കും. അതുപോലെ രണ്ട് മിഡ് പോയിന്റിലാണെങ്കിൽ മറ്റേ സൈഡിന് പാരലൽ ആയിരിക്കും. അപ്പൊ രണ്ട് മിഡ് പോയിന്റും ഒരു പാരലലും ഓർത്ത് വെക്കുക. അതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഒന്നും കൂടെ പറയാം. ഒരു ട്രയാങ്കിളില് ഒരു സൈഡിന് പാരലൽ ആയിട്ടും മറ്റേ സൈഡിന്റെ മിഡ് പോയിന്റിലൂടെയും വരയ്ക്കുന്ന വര മീൻസ് ദ തേർഡ് സൈഡ്, മൂന്നാമത്തെ സൈഡിന്റെയും മിഡ് പോയിന്റിലൂടെ ആയിരിക്കും മീറ്റ് ചെയ്യുക, മിഡ് പോയിന്റിലായിരിക്കും മീറ്റ് ചെയ്യുക. പിന്നെ പറയുന്നത് ഒരു ട്രയാങ്കിളിൽ രണ്ട് മിഡ് പോയിന്റിലൂടെ ദ ലൈൻ ജോയിൻ ദ മിഡ് പോയിന്റ്സ് ഓഫ് ടു സൈഡ്സ്, രണ്ട് സൈഡ്സിന്റെയും മിഡ് പോയിന്റിലൂടെ വരയ്ക്കുന്ന വര ഇറ്റ് ഈസ് പാരലൽ ടു ദ തേർഡ് സൈഡ്. അപ്പൊ ഈ റിസൾട്ട്സ് സിമ്പിൾ ആണ്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പഠിക്കാനൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കിയിട്ട് വെക്കുക. ഒരു ട്രയാങ്കിളില് നമ്മളൊരു ലൈൻ വരച്ചു. ആ ലൈന് ഈ ലൈന് പാരലലുമാണ്, മറ്റേ സൈഡിന്റെ മിഡ് പോയിന്റിലൂടെയുമാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അത് മറ്റേ സൈഡിലും മിഡ് പോയിന്റിലായിരിക്കും മീറ്റ് ചെയ്യാം. പിന്നെ വേറെ ഓർത്തു വെക്കേണ്ടത് ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിൾ രണ്ട് സൈഡ്സിന്റെ രണ്ട് മിഡ് പോയിന്റിലൂടെ പാസ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ആ ലൈന് മൂന്നാമത്തെ ലൈനിന് പാരലൽ ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, സിമ്പിൾ ആണ്, ഒന്നും കൺഫ്യൂഷൻ ആവാനൊന്നും ഇല്ല.
ഓക്കെ, ഇനി എന്താ പറഞ്ഞത്? വാട്ട് ഇഫ് വി ജോയിൻ ദ മിഡ് പോയിന്റ്സ് ഓഫ് ഓൾ 3 സൈഡ്സ്? ഇനി 3 സൈഡ്സിന്റെയും മിഡ് പോയിന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് ഇതൊരു ട്രയാങ്കിൾ ആണ്. അപ്പൊ ഈ 2 മിഡ് പോയിന്റും ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വരാന്നായിരുന്നു അല്ലെ പറഞ്ഞിരുന്നത്. ഇനി എല്ലാത്തിന്റെയും വി ജോയിൻ ദ മിഡ് പോയിന്റ്സ് ഓഫ് ഓൾ 3 സൈഡ്സ്. അപ്പൊ ഇനി ഇവിടെയും മിഡ് പോയിന്റ് ഉണ്ട്. അപ്പൊ ഇവിടെയും ജോയിൻ ചെയ്ത് വരയ്ക്കുക, ഇവിടെയും ജോയിൻ ചെയ്ത് വരയ്ക്കുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നടക്കുക? വാട്ട് ക്യാൻ വി സേ അബൌട്ട് ദ 4 സ്മോൾ ട്രയാങ്കിൾ? അപ്പൊ നമുക്ക് 1 2 3 4 4 ട്രയാങ്കിൾസ് കിട്ടിയില്ലേ? യെസ്, എല്ലാ മിഡ് പോയിന്റ്സും കൂടെ ജോയിൻ ചെയ്ത് വരച്ചപ്പോൾ നമുക്ക് 4 ട്രയാങ്കിൾസ് കിട്ടി. ഓക്കെ, ഇതാണ് നമ്മള് 4 ട്രയാങ്കിൾസ്. ഒന്ന് ഗ്രീന്, ഒന്ന് യെല്ലോ, ഒന്ന് ബ്ലൂ തന്നിട്ടുണ്ട്, ഒന്ന് ഓറഞ്ച്. അങ്ങനെ നമുക്ക് 4 ട്രയാങ്കിൾസ് കിട്ടി, എല്ലാ മിഡ് പോയിന്റ്സും കൂടെ ജോയിൻ ചെയ്ത് വരച്ചപ്പോൾ. The sides of the yellow triangle in the middle are parallel to the side of the large triangle containing all the small triangle. എന്താ പറഞ്ഞത്? നമ്മൾ യെല്ലോ ട്രയാങ്കിൾ നോക്കാം. അതിന്റെ സൈഡ്സ് in the middle are parallel to the sides of the large triangle. യെല്ലോ ട്രയാങ്കിളിന്റെ മിഡിലുള്ള ഈ ലൈന് ലാർജ് ട്രയാങ്കിളിന്റെ ഈ സൈഡിന് പാരലൽ ആണ് എന്നാണ് പറഞ്ഞത്. Containing all the small triangle. Don't all these 4 triangles seem to be equal? അങ്ങനെയാണെങ്കിൽ നമ്മളെ 4 ട്രയാങ്കിൾസും ഈക്വൽ ആയിരിക്കുമോ? നമുക്ക് 4 ട്രയാങ്കിൾസ് ഉണ്ട്, മിഡ് പോയിന്റ്സ് ഒക്കെ ജോയിൻ ചെയ്ത് വരച്ചപ്പം 4 ട്രയാങ്കിൾസ് കിട്ടിയിട്ടുണ്ട്. ആ 4 ട്രയാങ്കിൾസും ഈക്വൽ ആയിരിക്കുമോ? എന്താ നമ്മളെ കയ്യിലുള്ളത്? യെല്ലോ ട്രയാങ്കിളിന്റെ മിഡിൽ എന്താ? The sides of the yellow triangle in the middle are parallel to the sides of the large triangle containing all the small triangle. അപ്പൊ ഇതിന് പാരലൽ ആണ് എന്ന് പറയാം. ഇനി 4 ട്രയാങ്കിൾസും ഈക്വൽ ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്താ? ഫസ്റ്റ് ലുക്ക് അറ്റ് ദ ബ്ലൂ ആൻഡ് യെല്ലോ ട്രയാങ്കിൾ. ആദ്യം നമുക്ക് ബ്ലൂവും ഈ ബ്ലൂ ട്രയാങ്കിളും ഈ യെല്ലോ ട്രയാങ്കിളും ആണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ബ്ലൂ ട്രയാങ്കിളും യെല്ലോ ട്രയാങ്കിളും. ദ റൈറ്റ് സൈഡ് ഓഫ് ദ ബ്ലൂ വൺ ആൻഡ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ യെല്ലോ ട്രയാങ്കിൾ ആർ സെയിം. എന്താ പറഞ്ഞത്? റൈറ്റ് സൈഡ് ഓഫ് ദ ബ്ലൂ വൺ, ബ്ലൂവിന്റെ റൈറ്റ് സൈഡും യെല്ലോന്റെ ലെഫ്റ്റ് സൈഡും ഒരു സൈഡാണ് അല്ലേ? അത് കണ്ടാൽ തന്നെ നമുക്ക് ഈ ട്രയാങ്കിൾ, 2 ട്രയാങ്കിൾസും നോക്കാം. ഈ ബ്ലൂ ട്രയാങ്കിളിന്റെ റൈറ്റ് സൈഡ് ആണ് ഇത്, യെല്ലോ ട്രയാങ്കിളിന്റെ ലെഫ്റ്റ് സൈഡ് ആണിത്. അപ്പൊ അത് രണ്ടും ഈക്വൽ ആണ് എന്നാണ് പറഞ്ഞത്. അത് രണ്ടും ഒരു സൈഡ് ആണ് അല്ലെ നമ്മളെ പിക്ചറിലെ? യെസ്. അപ്പൊ ആദ്യം നീല ത്രികോണവും മഞ്ഞ ത്രികോണവുമാണ് നമ്മൾ നോക്കിയത്. അതിൽ നീല ത്രികോണത്തിന്റെ വലതുവശവും മഞ്ഞ ത്രികോണത്തിന്റെ ഇടതുവശവും ഒരേ വരയാണ്. യെസ്, അത് നമുക്ക് ഒരേ വരയാണ് എന്ന് കിട്ടി. നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത്? എല്ലാ ട്രയാങ്കിൾസും ഈക്വൽ ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം ദ ആംഗിൾ ഇൻ ദ ബ്ലൂ ട്രയാങ്കിൾ അറ്റ് ദ ടോപ്പ് ഓഫ് ദിസ് ലൈൻ. എന്താ പറഞ്ഞത്? നീല ത്രികോണം നോക്കുക, അതിന്റെ ആംഗിൾ, ദ ആംഗിൾ ഇൻ ദ ബ്ലൂ ട്രയാങ്കിൾ അറ്റ് ദ ടോപ്പ് ഓഫ് ദിസ് ലൈൻ. ആ ലൈനിന്റെ മേലെയുള്ള ആംഗിൾ, നീല ത്രികോണത്തിൽ ആ ലൈനിന്റെ മേലെയുള്ള ഈ ആംഗിൾ എന്താ? this line and the angle in the yellow triangle at the bottom. Yellow triangle ന്റെ bottom എന്ന് പറഞ്ഞാൽ താഴെയുള്ള ആംഗിളും എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ ആ സെയിം ലൈനിന്റെ താഴെയുള്ള യെല്ലോ ട്രയാങ്കിളും ഈക്വൽ ആണ്. നമുക്കറിയാലേ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഒക്കെ, ഇത് ഈക്വൽ ആണെങ്കിൽ ഇത് ഈക്വൽ ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് രണ്ടും ഈക്വൽ ആണ് എന്ന് പറഞ്ഞു. അതാണ് പറഞ്ഞത്. നീല ത്രികോണത്തിന്റെ ഈ വശത്തിന്റെ ആ സൈഡിലുള്ള മുകളിലെ കോണും മഞ്ഞ ത്രികോണത്തിൽ ഈ വശത്തിന്റെ താഴെയുള്ളതും തുല്യമാണ്. ഇനി എന്താ പറഞ്ഞത്? സോ ആർ ദ ബോട്ടം ആംഗിൾ ഓഫ് ദ ബ്ലൂ ട്രയാങ്കിൾ ആൻഡ് ദ ടോപ്പ് ആംഗിൾ ഓഫ് ദ യെല്ലോ ട്രയാങ്കിൾ. ഇനി പറഞ്ഞിട്ടുണ്ട് നീല ത്രികോണത്തിലെ താഴത്തെ കോണും മഞ്ഞ ത്രികോണത്തിലെ മുകളിലെ കോണും തുല്യമാണ്. ഇനി ജസ്റ്റ് ഓപ്പോസിറ്റ്, ഇതിന്റെ താഴെയുള്ളതും മഞ്ഞ ത്രികോണത്തിന്റെ മുകളിലുള്ളതും. ഓക്കെ, ഇതിന്റെ താഴെ ഈ 2 ആംഗിൾ ഉണ്ട് അല്ലെ? മഞ്ഞ ത്രികോണത്തിന് മുകളിൽ ഈ 2 ആംഗിൾസും ഉണ്ട്. അപ്പൊ അതൊക്കെ ഈക്വൽ ആണ് എന്നാണ് നമ്മളോട് പറഞ്ഞത്. ബോട്ടം ആംഗിൾ ഓഫ് ദ ബ്ലൂ ട്രയാങ്കിൾ ആൻഡ് ദ ടോപ്പ് ആംഗിൾ ഓഫ് ദ യെല്ലോ ട്രയാങ്കിൾ. ഇനി സോ ദീസ് 2 ട്രയാങ്കിൾസ് ആർ ഈക്വൽ. അതുകൊണ്ട് ആ 2 ട്രയാങ്കിൾസും ഈക്വൽ ആണ്. കാരണം എന്താ? അതിന്റെ സൈഡ്സ്
അതിന്റെ രണ്ട് ആംഗിൾസും അതിന്റെ ഒരു സൈഡ് കോമൺ ആയിട്ടൊക്കെ വരുന്നുണ്ട്. സോ ബൈ SAS വെച്ചിട്ടൊക്കെ ഇവിടെ നമുക്ക് ഒരു സൈഡ് ഈക്വൽ ആണ്. അതുപോലെ ആംഗിൾ സൈഡ് ആംഗിൾ വെച്ചിട്ട് നമുക്ക് പറയാം ഈ രണ്ട് ട്രയാങ്കിളും എന്താണ്, ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് പാർട്സ്, ബാക്കിയുള്ള പാർട്സ് ഒക്കെ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് യെല്ലോ ട്രയാങ്കിളും ബ്ലൂ ട്രയാങ്കിളും ഈക്വൽ ആണ് എന്ന് കിട്ടി. ഇൻ ദ സെയിം വേ വി ക്യാൻ സീ ദാറ്റ് ദ ഗ്രീൻ ആൻഡ് റെഡ് ട്രയാങ്കിൾ ആർ ഓൾസോ ഈക്വൽ ടു ദ യെല്ലോ ട്രയാങ്കിൾ. അതുപോലെ നമുക്ക് നമ്മളെ ഗ്രീൻ ട്രയാങ്കിളും അതുപോലെ റെഡ് ട്രയാങ്കിളും ഉണ്ട്. റെഡ് ട്രയാങ്കിളും എന്താണ്, യെല്ലോ ട്രയാങ്കിളിന് ഈക്വൽ ആണെന്ന് പറയാം. ദസ് ഓൾ 4 ട്രയാങ്കിൾസ് ആർ ഈക്വൽ. അതുകൊണ്ട് 4 ട്രയാങ്കിൾസും ഈക്വൽ ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഗ്രീൻ ട്രയാങ്കിളും റെഡ് ട്രയാങ്കിളും എടുക്കുക. നമ്മൾ ആദ്യം ഗ്രീൻ ട്രയാങ്കിളും യെല്ലോ ട്രയാങ്കിളും എടുത്ത് നോക്കുക. ഇതാണ് നമ്മളെ ഗ്രീൻ ട്രയാങ്കിൾ, ഇതാണ് യെല്ലോ ട്രയാങ്കിൾ. അപ്പൊ ഇവിടെയുള്ള സൈഡ്, ഒരു സൈഡ് കോമൺ ആണ്. അതുപോലെ ആംഗിൾസ് നോക്കുക, ആംഗിൾസ് ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അതുപോലെ എന്താണ് ഇവിടെ നോക്കുക, ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് പറയാം ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആണ്, ഒരുപോലെയാണ് എന്നൊക്കെ പറയാം. ഇനി അതുപോലെ ഈ യെല്ലോ ട്രയാങ്കിളും റെഡ് ട്രയാങ്കിളും എടുത്ത് നോക്കിയാൽ ഇവിടെയും കോമൺ ആയിട്ട് നമുക്ക് രണ്ട് ട്രയാങ്കിളിനും കോമൺ ആയിട്ട് ഒരു സൈഡ് വരുന്നുണ്ട്. അതുപോലെ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അതുപോലെ നമുക്ക് എന്ത് പറയാം, ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ റെഡ് ട്രയാങ്കിളും എന്താ, യെല്ലോ ട്രയാങ്കിളിന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എല്ലാ ട്രയാങ്കിളും, ബ്ലൂ ട്രയാങ്കിളും ഗ്രീൻ ട്രയാങ്കിളും റെഡ് ട്രയാങ്കിളും യെല്ലോ ട്രയാങ്കിളിന് ഈക്വൽ ആയതുകൊണ്ട് ഈ 3 ട്രയാങ്കിൾസും ഈക്വൽ ആണ് എന്ന് പറയാം. ഈ 3 ട്രയാങ്കിൾസും യെല്ലോ ട്രയാങ്കിൾസിന് ഈക്വൽ ആയതുകൊണ്ട് 4 ട്രയാങ്കിൾസ് ഉണ്ട് അല്ലെ. നമ്മുടെ 4 ട്രയാങ്കിൾസും ഈക്വൽ ആണ്. Therefore, all 4 triangles are equal. ഇനി എന്താ, we can also see another thing from this. ഇനി വേറൊരു കാര്യം കൂടെ നമുക്ക് അതിന് കാണാം. എന്താ, since the sides of all these triangles are same, എല്ലാ ട്രയാങ്കിൾസിന്റെ സൈഡ്സും സെയിം ആയതുകൊണ്ട് each side is half the length of the side of the large triangle. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. എന്താ പറഞ്ഞത്, 4 ട്രയാങ്കിൾസും ഒരുപോലെയാണ്, അതിന്റെ സൈഡ്സ് ഒക്കെ ഈക്വൽ സെയിം ആയതുകൊണ്ട് എന്താ പറഞ്ഞത്, ഈച്ച് സൈഡ് ഈസ് ഹാഫ് ദ ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ. ദസ് വി ഹാവ് ദിസ് റിസൾട്ട്. നമ്മളെ ഓരോ സൈഡ്സും വലിയ ട്രയാങ്കിളിന്റെ ഹാഫ് ആണ് എന്നാണ് പറഞ്ഞത്. ദാറ്റ് മീൻസ് ഈ ഒരു ലൈൻ എന്താ, അത് ഈ വലിയ ട്രയാങ്കിളിന്റെ ലൈനിന്റെ ഹാഫ് ആണ്. ഓക്കെ, അതുപോലെ ഈ ഒരു വലിയ ട്രയാങ്കിളിന്റെ ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡിന് ഹാഫ് ആണ്, ഈ സൈഡിന്റെ ഹാഫ് ആണ് ഇത്. അതുപോലെ ഈ ഒരു സൈഡ് നോക്കുക, ഈ സൈഡിന്റെ ഹാഫ് ആണ് ഇത്. ദാറ്റ് മീൻസ് ഇത് 10 ആണെങ്കിൽ ഇത് 5 ആയിരിക്കും, ഇത് 5 ആണെങ്കിൽ ഇത് 10 ആയിരിക്കും. ഈ ചെറിയ ട്രയാങ്കിളിന്റെ ഈ ചെറിയ സൈഡിന്റെ ഡബിൾ ആയിരിക്കും വലിയ സൈഡ്. അതാണ് പറഞ്ഞത്. അതാണ് ഇനി നമ്മൾ അടുത്ത റിസൾട്ട്. ഇൻ എനി ട്രയാങ്കിൾ, ഏതൊരു ട്രയാങ്കിൾ എടുത്താലും ദ ലെങ്ത് ഓഫ് ദ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിന്റ് ഓഫ് 2 സൈഡ് ഈസ് ഹാഫ് ദ ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ്. എന്താ പറഞ്ഞത്, ഏതൊരു ത്രികോണത്തിലും 2 വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയുടെ നീളം 3ാമത്തെ വശത്തിന്റെ നീളത്തിന്റെ പകുതിയാണ്. അപ്പൊ പുതിയൊരു റിസൾട്ട് കിട്ടി, ഇമ്പോർട്ടന്റ് ആണ്. നമ്മളോട് പറഞ്ഞത് ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഈ ഒരു ട്രയാങ്കിൾ ലെങ്ത് ഓഫ് ദ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് 2 സൈഡ്സ്, 2 സൈഡ്സിന്റെ മിഡ് പോയിന്റ് കൂട്ടി വരയ്ക്കുന്ന ആ ഒരു വര എന്താണ്, ഈസ് ഹാഫ് ദ ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ്. ഈ ഒരു വരയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത്തിന്റെ ഹാഫ് ആണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് 10 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് 5 സെന്റിമീറ്റർ ആയിരിക്കും. ഈ ചെറിയ വരയുടെ ഡബിൾ ആണ് വലിയ വര, അഥവാ വലിയ വരയുടെ പകുതിയാണ് ചെറിയ വര. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനുണ്ടായിരിക്കും. ഈ റിസൾട്ട് പറയാനും വേണ്ടിയാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ടെക്സ്റ്റിൽ അത്രയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. എന്നിട്ട് റിസൾട്ട് നോക്കുക, റിസൾട്ട് പഠിക്കണം. റിസൾട്ട് പറഞ്ഞത് ലെങ്ത് ഓഫ് ലൈൻ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് 2 സൈഡ് ഈസ് ഹാഫ് ദ ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ്. ഒരു ട്രയാങ്കിൾ ഉണ്ട്, ആ ട്രയാങ്കിളിന്റെ 2 സൈഡിന്റെ ലെങ്ത് മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വര നമ്മളെ 3ാമത്തെ സൈഡ് അഥവാ മറ്റ് തേർഡ് സൈഡിന്റെ എന്താണ്, ഹാഫ് ആയിരിക്കും. The length of the line joining the midpoint of 2 side is half the length of the third side. 3ാമത്തെ സൈഡിന്റെ പകുതിയായിരിക്കും.
ക്ലിയർ? ഇതാണ് നമ്മളെ റിസൾട്ട്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എക്സാമിനൊക്കെ മേ ബി ഇവിടെ ഒരു ലെങ്ത് തന്നാൽ ഇതിന്റെ ലെങ്ത് കാണാൻ പറഞ്ഞാൽ അതിന്റെ ഹാഫ് എടുത്താൽ മതി. ഇനി ഇവിടെയാണ് ലെങ്ത് തന്നിട്ട് ഇതിന്റെ ലെങ്ത് കാണാൻ പറഞ്ഞാൽ അതിന്റെ ഡബിൾ എടുക്കുക. അപ്പൊ അതാണ് നമ്മളെ റിസൾട്ട്. ഇനി എന്താ, വി ഹാവ് ഓൾസോ സീൻ ദാറ്റ് ദ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് ടു സൈഡ്സ് ഈസ് പാരലൽ ടു ദ തേർഡ് സൈഡ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ. ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ആ രണ്ട് സൈഡ്സിന്റെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ ഈ ലൈൻ എന്ന് പറഞ്ഞാൽ മറ്റേ തേർഡ് സൈഡിന് പാരലൽ ആയിരിക്കും അല്ലേ. This together with the above result give this. അപ്പൊ അത് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്താൽ ദാറ്റ് മീൻസ് ത്രികോണത്തിലെ രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചു വരയ്ക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരമാണെന്നും കണ്ടല്ലോ. അപ്പൊ രണ്ട് റിസൾട്ട്സും കൂടെ ജോയിൻ ചെയ്തിട്ട് നമുക്കൊരു റിസൾട്ട് കിട്ടും. അതാണിത്. ഏതായിരുന്നു നമ്മളെ രണ്ട് റിസൾട്ട്? ആ രണ്ടും കൂടെ ജോയിൻ ചെയ്യാണ് നമ്മൾ. ആദ്യത്തെ റിസൾട്ട് പറഞ്ഞത് ഒരു ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡത്തെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഈ വര എന്ന് പറഞ്ഞാൽ അതിന്റെ തേർഡ് സൈഡിന്റെ ഹാഫ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഹാഫ് ആയിരിക്കും ഇതിന്റെ എന്നാണ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞ റിസൾട്ട്. ഇനി സെക്കൻഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞ റിസൾട്ട് തന്നെയാണ്. ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ഇതിന്റെ രണ്ട് മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വര മൂന്നാമത്തെ സൈഡിന് പാരലൽ ആണ്. ഈ രണ്ട് റിസൾട്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ പറയുന്ന റിസൾട്ട് ആണ് ഇത്. എന്താ, in any triangle the line joining the midpoints of two sides is parallel to the third side and is half its length. ഓക്കെ, സെയിം ആ കാര്യം തന്നെയാണ്, ഒരുമിച്ച് പറഞ്ഞു എന്നുള്ളൂ. ഏത് ത്രികോണത്തിലും രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരവും അതിന്റെ പകുതിയുമാണ്. അപ്പൊ എപ്പോഴും നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ട് ആ ട്രയാങ്കിളിലെ രണ്ട് മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വര എന്താണ്, രണ്ട് കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞത്. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വരയ്ക്കുന്ന വര ഈ മൂന്നാമത്തെ സൈഡിന് പാരലൽ ആയിരിക്കും. അതാണ് ഒരു കാര്യം. രണ്ടാമത് പറഞ്ഞ കാര്യം, ഈ വരച്ച വര എന്താണ്, ഈ വലിയ വരന്റെ ഹാഫുമായിരിക്കും, പാരലലുമായിരിക്കും, ഈ വലിയ വരയുടെ ഹാഫുമായിരിക്കും. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ദ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് ടു സൈഡ് ഈസ് പാരലൽ ടു ദ തേർഡ് സൈഡ്. തേർഡ് സൈഡിന് പാരലലുമാണ് ആൻഡ് ഈസ് ഹാഫ് ഇറ്റ്സ് ദ ലെങ്ത്, അതിന്റെ ഹാഫുമാണ്. അപ്പൊ ഈ ഒരു റിസൾട്ട് പഠിച്ചു വെക്കാം. മറ്റേ രണ്ട് റിസൾട്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് പറഞ്ഞതാണ് നമ്മൾ ഈ റിസൾട്ട്. ഒന്നുമില്ല, ഒരു ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡിലുള്ള മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ അത് തേർഡ് സൈഡിന് പാരലലുമായിരിക്കും, തേർഡ് സൈഡിന്റെ ഹാഫുമായിരിക്കും അതിന്റെ ലെങ്ത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. ഒന്നുമില്ല, നമ്മൾ ആകെ കുറച്ച് റിസൾട്ട്സ് പഠിച്ചു. നമ്മൾ ടെക്സ്റ്റിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നു അല്ലെ. അപ്പൊ റിസൾട്ട് നന്നായിട്ട് നോക്കാം. മറ്റു കാര്യങ്ങളൊക്കെ അത് നമ്മൾ റിസൾട്ടിലോട്ട് എത്തിക്കുകയാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പം റിസൾട്ട് പറഞ്ഞത് എന്താ, നമുക്ക് ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ആ ട്രയാങ്കിളിന് നമ്മൾ രണ്ട് സൈഡിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വര മൂന്നാമത്തെ സൈഡിന് പാരലൽ ആയിരിക്കും. അതുപോലെ രണ്ട് മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വര എന്താണ്, മൂന്നാമത്തെ സൈഡിന് പാരലൽ ആയിരിക്കും. അതുപോലെ എന്താ പറഞ്ഞത്, മൂന്നാമത്തെ സൈഡിന്റെ ഹാഫുമായിരിക്കും. അപ്പം നമുക്ക് ഇത് 10 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് 5 സെന്റിമീറ്റർ ആയിരിക്കും. അതുപോലെ നമുക്ക് പറയാം, ഇതിപ്പം നമ്മൾ ABC ആണെങ്കിൽ ട്രയാങ്കിൾ ABCയിൽ നമുക്ക് പറയാം ഇവിടെ XY എന്ന് കൊടുത്താൽ AB പാരലൽ ടു XY ആണ് എന്ന് നമുക്ക് പറയാം. കാരണം നമ്മൾ X എന്ന് പറഞ്ഞാൽ AC-യുടെ മിഡ് പോയിന്റ് ആണ്, Y എന്ന് പറഞ്ഞാൽ BC-യുടെ മിഡ് പോയിന്റ് ആണ്. രണ്ട് മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വര എന്താണ്, മൂന്നാമത്തെ വരയ്ക്ക് സമാന്തരമായിരിക്കും, മൂന്നാമത്തെ ലൈനിന് പാരലൽ ആയിരിക്കും. അതുപോലെ മൂന്നാമത്തെ ലൈനിന്റെ ഹാഫ് ആയിരിക്കും, ആ ലൈൻ പാരലൽ ലൈനിന്റെ ഹാഫ് ആയിരിക്കും നമ്മൾ വരച്ച ആ വര. XY എന്ന് പറഞ്ഞാൽ എന്താണ്, AB-യുടെ ഹാഫ് ആയിരിക്കും. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ജസ്റ്റ് റിസൾട്ട്സ് നന്നായിട്ട് പഠിക്കണം. ഇതിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കുറെ റിസൾട്ട് പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പം ഇനി എന്താണ്, നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട്, ഈ റിസൾട്ട്സ് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം പ്രോബ്ലംസ്. ഓക്കെ, താങ്ക് യു.